ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫെബറ്റി ബേബി OIT ഇൻസ്ട്രക്ടർ. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന OIT റീഡിംഗ് പാർട്ട് എയുടെ 12 ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ തന്നെ വീഡിയോ ലെങ്ത് ആക്കാതെ തന്നെ ഈ 12 ടിപ്സ് എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. അത് എക്സ്പ്ലെയിൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ഹെഡിങ്. ഈ പാരഗ്രാഫ് ഹെഡിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു എന്താണ് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് പാരഗ്രാഫ് ഹെഡിങ്, ഫോർ എക്സാമ്പിൾ ഇത് നമ്മളൊരു ടോപ്പിക് എടുത്തു, അനീമിയയ്ക്ക് തന്നെ ഡെഫിനിഷൻ, സൈൻസ് ആൻഡ് സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, പ്രിവെൻഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരു 4 or 5 എന്തുണ്ടാവും, പാരഗ്രാഫ് ഹെഡിങ് ഉണ്ടാവും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കോളംസും റോസും സബ് ഹെഡിങ്സും എല്ലാം ഉണ്ടാവാം. ബട്ട് ഈ ഒരു മേജർ പാരഗ്രാഫിൻ്റെ ഹെഡിങ് റിലേറ്റഡ് നമ്മുടെ എന്തുണ്ടാവും, ക്വസ്റ്റ്യനുമായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ പാരഗ്രാഫ് 2ലേക്കാണ് വേണ്ടത്. ബിക്കോസ് പാരഗ്രാഫ് 2ലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, അനീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസും വരുന്നത്. അപ്പോൾ ബാക്കി 3 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്തിടുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വൈൽ പ്രാക്ടീസിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കും. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസറുകൾ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇനി 2ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ടൈറ്റിൽ വിത്ത് എക്സ്ട്രാ ഡാർക്ക് ഇൻ കളർ. അതായത് സബ് ടൈറ്റിൽ, അതായത് ഒരു പാരഗ്രാഫിന് കാണും, ആ പാരഗ്രാഫിന് ഒരു ഹെഡിങ് കാണും, ആ മെയിൻ പാരഗ്രാഫിന് തന്നെ സബ് ടൈറ്റിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ചെറിയൊരു ഡാർക്ക് ലൈനിൽ അത് എഴുതിയിട്ടുണ്ട്. അതാണ് സബ് ടൈറ്റിൽ വിത്ത് എക്സ്ട്രാ ഡാർക്ക് ഇൻ കളർ എന്ന് പറയുന്നത്. അത് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ആൻസറിലേക്ക് എത്താനുള്ള വളരെ വേഗത്തിലുള്ള ഒരു വഴിയാണ്. ഓക്കെ, ഇനി 3ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സ്പെസിഫിക് നമ്പേഴ്സ് ഓഫ് ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ എനി സ്പെസിഫിക് നെയിംസ് ഓഫ് ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ് പാരഗ്രാഫിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഒരു ഡിസീസ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെയിംസോ അല്ലെങ്കിൽ ക്ലൂസോ നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ട് എങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക. അത് 100% നിങ്ങളുടെ ആൻസറിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. ഓക്കെ, ഇനി 4ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പെർസെൻറ്റേജ് ഓർ കാൽക്കുലേഷൻ, നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, എക്സ് ആൻഡ് വൈ ആക്സിസ്, ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടുക. നിങ്ങളുടെ അടുത്ത ആൻസറിലേക്ക് എത്താനുള്ള ഒരു അടുത്ത ടിപ്സ് ആണ്. ഓക്കെ, ഇനി 5ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് കമ്പാരിസൺ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. എന്തെങ്കിലും ഒരു സ്കെയിൽ ഓഫ് എക്സ്പ്രഷൻസ് നിങ്ങൾ ആ ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ ആ ഓൾ ടെക്സ്റ്റിലോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു സെൻറ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്പാരിസനെ കുറിച്ച് ഒരു ആൻസർ 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളംസ് ആൻഡ് റോസ്, എക്സ് ആൻഡ് വൈ ആക്സിസ്, അതുപോലെ തന്നെ ഡിവിഷൻസ്, ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ അനീമിയ ആണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റ് ഇന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഇന്ന സ്റ്റേജ് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ നിങ്ങളൊരു കോറിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ ഒരു എക്സാമിന് ഉണ്ടെങ്കിൽ ആ ഒരു കോളംസ് അല്ലെങ്കിൽ ആ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ആൻസറുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7ാമത്തെ ടിപ്സാണ് നെഗറ്റീവ് എക്സ്പ്രഷൻ. നമ്മുടെ പാരഗ്രാഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ എന്തിനെക്കുറിച്ചായിക്കട്ടെ, ഇപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് 100% എന്തായിരിക്കും, ഒരു ഡിസീസ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ്റെ ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മുടെ ഒരു ആൻസറുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി 8ാമത്തെ ടിപ്സാണ് അബ്രിവേഷൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അബ്രിവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ DDT, MRI, എക്സ്റേ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അബ്രിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം നിങ്ങളവിടെ കാണുന്നുണ്ട് എങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സും ആൻസറുകളും അവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ടിപ്സാണ് റീഡ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് മാച്ച് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയും അല്ലേ. ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി 10ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ദ ക്ലൂസ് ഡ്യൂറിങ് യുവർ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് എന്താണ്, OIT പാർട്ട് എയുടെ ബേസിക് സ്റ്റെപ്പായിട്ടുള്ള സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ടുള്ള എന്ത് ക്ലൂസ് കണ്ടാലും വാട്ട് യു ഹാവ് ടു ഡു യു ഹാവ് ടു അണ്ടർലൈൻ ദ വേർഡ്സ് ഓർ അണ്ടർലൈൻ ദ
സെൻറ്റൻസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 4 ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടെക്സ്റ്റുകളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കുക. ഈ 4 ടെക്സ്റ്റുകളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിട്ട് മാത്രമായിരിക്കും ഒരു ബിഗ് ടെക്സ്റ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ബന്ധം, ഈ 4 ടെക്സ്റ്റിൻ്റെയും ബന്ധം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആൻസറിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോയ OET റീഡിങ്ങിൻ്റെ 12 ടിപ്സ്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, എപ്പോൾ അപ്ലൈ ചെയ്യാം, എങ്ങനെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മോഡ്യൂളിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളോ ഫുൾ മോഡ്യൂൾ ക്ലാസ്സുകളോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതോ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ടിപ്സും സ്ട്രാറ്റജീസും ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഈസ് സൈനിങ് ഓഫ് ബേബി OET ഇൻസ്ട്രക്ടർ.